യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് എന്തിനാ വന്നേ? യേശു എന്തിനാ വന്നേ? നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടി മാത്രമാണോ? യേശുവിൻ്റെ പർപ്പസ് ഈ ഭൂമിയിലേക്ക് ജഡരക്തങ്ങളോടുകൂടി അവൻ ഇറങ്ങി വന്നതിൻ്റെ പ്രധാന റീസൺ എന്താണ്? ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ 1 യോഹന്നാൻ 3:8 വാക്യം, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഒന്ന് ഉറക്കെ ചേർന്ന് പറയാവോ? പിശാചിൻ്റെ, ഇത്ര ശബ്ദമേ ഉള്ളോ? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. യേശു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുക, ടു ഡിസ്ട്രോയ്, നശിപ്പിക്കുക, അവൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക. യേശു എന്തൊക്കെയാണ് നശിപ്പിച്ചേ? അവൻ രോഗത്തെ നശിപ്പിച്ചു, പാപത്തെ നശിപ്പിച്ചു, ശരിയല്ലേ? പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അവൻ നശിപ്പിച്ചു, ദുരാത്മാക്കളെ നശിപ്പിച്ചു, ഒരിടത്ത് ഇരിക്കാൻ സമ്മതിക്കാതെ ഓടിക്കുകയായിരുന്നു. ഇതാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ. യേശു പറയുകയാണ്, ഞാൻ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. എന്താണ് യേശുവിൻ്റെ ഉദ്ദേശവും നമ്മുടെ ലൈഫിൻ്റെ പർപ്പസുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മുടെ ലൈഫിൻ്റെ പർപ്പസും ഈ യേശുവിൻ്റെ പർപ്പസും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നതാണ്. യേശു പറയുകയാണ്, എന്നെ പിതാവ് അയച്ചതുപോലെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുകയാണ്, പിതാവേ, നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെയും അയക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 20:21 പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പിതാവായ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനായിരുന്നു? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ടാണ്. യേശു നമ്മെ അയച്ചത് എന്തിനായിരുന്നു? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. നല്ല നൈസായുള്ള, എല്ലാവരും സുഖിപ്പിക്കുന്ന, സോപ്പിടുന്ന പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകാനല്ല, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശു നമ്മെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, എല്ലാവരെയും ഒന്ന് പ്ലീസ് ചെയ്യുന്ന, എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന ഒരു മെസ്സേജിൽ ഒതുങ്ങുകയാണ്, ഒരു പ്രസംഗത്തിൽ തീരുകയാണ്. പക്ഷേ ശുശ്രൂഷ അവിടെ അവസാനിക്കുന്നില്ല, അവിടെ തുടങ്ങുന്നേ ഉള്ളൂ. കാരണം എവിടെ യേശു പോയോ അവിടെ പ്രസംഗിച്ചു, അടുത്ത നിമിഷം കാണാൻ കഴിയും അവൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഹല്ലേലൂയ. കാരണം പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾ അടുക്ക് വന്നത് നല്ല എന്താ പറയുക, മനോഹരമായ വാക്കുകളാലല്ല, ശക്തിയോടുകൂടെ ആയിരുന്നു, ശക്തിയുടെ പ്രദർശനത്തോടുകൂടെ ആയിരുന്നു. കാരണം സുവിശേഷം വാക്കുകളിലല്ല, അത് ശക്തിയിലാണ്. സാത്താന് മനസ്സിലാവുന്ന ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, അത് ശക്തിയുടെ ഭാഷയാണ്. ഹല്ലേലൂയ. ശക്തിയുടെ ഭാഷയാണ്. കാരണം ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടലാണ്. ദൈവരാജ്യം എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുവോ അവിടെയൊക്കെയും ഇരുട്ടിൻ്റെ രാജ്യത്തിന് നാശം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെളിച്ചം വരുമ്പോൾ അന്ധകാരം മാറിപ്പോവാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് വളരെ വ്യക്തമായ പർപ്പസോടുകൂടി സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, യേശുവിനെ കുറിച്ച് ഒരു വ്യക്തി, ഞാൻ നിങ്ങളുടെ ഒരിക്കൽ ഷെയർ ചെയ്തെന്ന് തോന്നും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കെട്ടുകഥയാണ്, ഒരു ഹിസ്റ്റോറിക്കൽ കഥ മാത്രമാണ് എന്നാണ്. സാധാരണ ഒരു വ്യക്തിയല്ല പറയുന്നത്. ഒത്തിരി നാൾ പഠിച്ച്, തിയോളജിയൊക്കെ പഠിച്ച് ഒരു ഫാദറായ ഒരു മനുഷ്യൻ പറയുകയാണ്, അതിന് അറിവ് കൂടി 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 വളരെ കൂടിപ്പോയി. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ യേശു ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് ഒരു മിത്തിക്കൽ ക്യാരക്ടറാണെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണേ. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഹല്ലേലൂയ. അതായത് ചില ആളുകൾ ദൈവാത്മാവിൽ സംസാരിക്കും, ചിലരെന്ത് ചെയ്യും? ദൈവാത്മാവിൽ അല്ലാതെയും സംസാരിക്കും. കാരണം പറയുന്നുണ്ട് കള്ളപ്രവാചകന്മാർ. കാരണം അവിടെ പറയുന്നുണ്ട് ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സ്പിരിറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള പ്രവാചകന്മാർ ഇന്ന് ലോകത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, അത് ദൈവത്തിൽ നിന്നുള്ളതാണോ നിങ്ങൾ ശോധന ചെയ്യണം. അടുത്ത് പറയാണ്, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. കേട്ടോ,
ദൈവാത്മാവിനെ അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്ക്, ഒരു സിമ്പിൾ ടെസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ടെസ്റ്റാണ്, വലിയ ബുദ്ധിയൊന്നും വേണ്ട. ദൈവാത്മാവിലാണോ ആ മനുഷ്യൻ സംസാരിക്കുന്നവരാണെങ്കിൽ ഒറ്റ ടെസ്റ്റുള്ള. എന്താ ടെസ്റ്റ് എന്നറിയാവോ? യേശു ക്രിസ്തു ജഡത്തിൽ വന്ന് എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുകയാണ്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് എന്താണ്? യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വെച്ചാൽ യേശു ജഡത്തിൽ വന്നു, കഷ്ടം സഹിച്ചു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. അതാണ് ഒരൊറ്റ ക്രൈറ്റീരിയ. ഇവിടെ അത് തന്നെ പറയുന്നത്, യേശു ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കുന്നത് ദൈവാത്മാവാണ്. അപ്പോൾ അല്ലാത്തതൊക്കെ എന്താണ്? ദൈവാത്മാവിലല്ല. ഒരു വ്യക്തി പറയുകയാണ് യേശു ഈ ജഡത്തിൽ വന്നെന്നുള്ളതൊക്കെ കെട്ടുകഥയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ മനസ്സിലാകും, ഒറ്റ ടെസ്റ്റേ ഉള്ളൂ, അവൻ ദൈവാത്മാവിലല്ല സംസാരിക്കുന്ന, അവൻ ലോജിക്കിൽ നിന്ന് ബുദ്ധി കൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കാൻ പോകരുത്. നിങ്ങളുടെ മനസ്സിനെ കറപ്റ്റ് ചെയ്യും. നിങ്ങൾ 3 മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ 4-ാമത്തെ മെസ്സേജ് നിങ്ങൾ പറയാൻ തുടങ്ങും, എന്താണ്? ദൈവം ഉണ്ടോ എന്ന് സംശയമാണ്. നീ ഒരു നിരീശ്വരവാദിയായി പോകും. കാരണം വേറൊന്നുമല്ല, ഇവരെല്ലാം ബുദ്ധിയിൽ നിന്നാണ് സംസാരിക്കുന്നത്, ആത്മാവിൽ നിന്നല്ല സംസാരിക്കുന്നത്. ഇവരുടെ എല്ലാം ലോജിക്കുകളാണ്, ഒത്തിരി തത്വശാസ്ത്രങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹല്ലേലൂയ. ഈ ടെസ്റ്റ് നിങ്ങൾ ഓരോ സമയവും ശ്രദ്ധിച്ചോളണം. ചിലരൊക്കെ പറയും കൃഷ്ണനും ശങ്കരനും യേശുവും എല്ലാം സെയിമാ, അവരെല്ലാം കണക്കാ, ഒറ്റ പേരിൻ്റെ ഡിഫറൻസേ ഉള്ളൂ എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരേ ഒരു നാമം. അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായി പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു പേരില്ല, വേറൊരു നാമം ഇല്ല, അതിന് വേറെ പേരില്ല, യേശു. അതിന് ദൈവം സകല നാമത്തെക്കാൾ മേലായ നാമം നൽകി. എന്തുകൊണ്ടാണ് ഭൂതങ്ങളുടെ മുമ്പ് പോയിട്ടിരുന്നിട്ട് ശങ്കരൻ്റെ പറഞ്ഞ പേര് പറഞ്ഞാൽ പോവാത്തത്? എന്താ പറഞ്ഞാൽ പോകാത്തേ? എന്താ പോകണ്ടേ? ഒരു പേരില്ലേ? കാര്യമില്ലേ? കാര്യമുണ്ട്. ഏതൊരു കൊച്ചു കുഞ്ഞായാലും യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഭൂതങ്ങൾ വിറയ്ക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമം പറയാൻ പോയി നിൽക്കുന്ന എൻ്റെ മിടുക്കോ എൻ്റെ സൈസോ എൻ്റെ പ്രസംഗത്തിൻ്റെ കഴിവോ ഒന്നുമല്ല, യേശു എന്ന വാക്കിനൊരു ശക്തിയുണ്ട്. അത് ആ വാക്കല്ല, അതിൻ്റെ പിന്നിലുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ് അവനെ ഉപയോഗിക്കാൻ, അവൻ്റെ പേരുപയോഗിക്കാൻ. ഞാൻ പറയുകയാണ്, മോനെ, എൻ്റെ മോനോട് പറയുകയാണ്, മോനെ അപ്പുറത്തെ കടയിൽ പോയിട്ട് നീ പപ്പയുടെ പേര് പറഞ്ഞ് സാധനം മേടിക്കും എന്ന് വെച്ചാൽ എന്താണ്? പപ്പയുടെ പേരിനെന്തെങ്കിലും റിസർവ് ബാങ്ക് പൈസ കൊടുത്തിട്ടുണ്ടോ ഈ പേര് പറഞ്ഞാൽ കിട്ടാൻ? അല്ല, പപ്പയാണ് ഗ്യാരണ്ടി. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഓർമ്മ വരും, ആ ഇന്നാളുടെ മകൻ, പുള്ളിക്കാരനെ ഇവനെ കണ്ടാൽ പുള്ളിക്കാരനെ കണ്ടതുപോലെയാ എന്ന് വെച്ചാൽ യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ പോയാൽ ഞാൻ പോയതുപോലെയാണ്. കാരണം നിങ്ങൾ എൻ്റെ അംബാസഡേഴ്സാണ്. കൊരിന്ത്യർ ലേഖനം പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായ നിങ്ങൾ ഓരോരുത്തരും, പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിൽക്കുന്ന ഓരോരുത്തരും ഇന്ന് ഭൂമിയിൽ യേശു 2000 വർഷം മുമ്പ് നടന്നതുപോലെ തന്നെയാണ്. നീ ഒരു വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ സാത്താൻ കാണുന്ന നിന്നെയല്ല, യേശു ലിറ്ററലി യെരൂശലേമിൽ നടക്കുന്ന പോലെ, മേപ്പുക്കടയിൽ നടക്കുന്ന പോലെയാണ്. യേശു അന്ന് നടന്ന പോലെ ഇന്ന് ഇവിടെ നടക്കുന്ന പോലെ ശത്രു നിന്നെ കാണും. സാത്താൻ കാണുന്ന നിന്റെ വേറെ ഒന്നുമല്ല, നീ നിൽക്കുമ്പോൾ നീ അവൻ്റെ അധികാരത്തിൽ, അവൻ്റെ സ്ഥാനത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത് അവൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. ഒരു കോൺസ്റ്റബിൾ പോകും പോലെ അല്ല ഒരു DYSP പോകുന്നത്, DYSP പോകുന്നത് പോലെ അല്ല ഒരു SP പോകുന്നത്. കാരണം ഒരു നയമുണ്ട് അവർക്ക്, ഒരു പൊസിഷൻ കൂടെയാണത്. യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ഒരു പൊസിഷൻ കൂടെയാണ്. ആ പൊസിഷൻ ഈ ലോകത്തിൽ ഒരിടത്തും കിട്ടുന്ന പൊസിഷൻ അല്ല, അത് ഈ ലോകത്തിലുള്ള സകല നാമങ്ങളും മുട്ടുമടക്കുന്ന ഒരു പൊസിഷനാണ്. ആ പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ വചനം പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും. എന്ന് വെച്ചാൽ നിങ്ങളാണ് ഇവിടുത്തെ കാര്യം ചെയ്യുന്നത്, ബാക്കി കാര്യം അവിടെ നടന്നോളും. നിങ്ങളുടെ അധികാരം വരുന്നത് ഇവിടെ നിന്നല്ല, അത് അവിടെ നിന്നാ. നിങ്ങൾ പറയുക, അവിടെ അത് സംഭവിക്കും. അവിടെ സംഭവിക്കുമ്പോൾ അത് ഇവിടെ മാനിഫെസ്റ്റും ചെയ്യും. കാരണം ഈ കാണുന്നതൊക്കെ താൽക്കാലികമാണെങ്കിൽ നിത്യമായ ഒന്നുണ്ട്, അത് സ്വർഗീയമായതാണ്.
ഹല്ലേലൂയ. നമുക്ക് ദൈവം നല്ല അധികാരത്തിൽ നൽകിയാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. തിരിച്ചറിയണം. പലപ്പോഴും പലരും വിശ്വാസത്തിൽ നിന്ന് വീണു പോകാൻ കാരണം ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള തത്വചിന്തകളുടെ പുറകെ പോയിട്ടാണ്. ഇവരുടെയൊക്കെ ആദ്യം പഠിപ്പിക്കൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഭയങ്കര ആഴത്തിലുള്ള അറിവുണ്ട്, തെറ്റൊരിക്കലും ഇല്ലെന്ന് പറയില്ല. ഇവർക്ക് അറിവ് കൂടിയതാണ്. ലോകത്തിൻ്റെ ജ്ഞാനം വെച്ച് നമുക്കൊരിക്കലും ദൈവത്തെ അളക്കാൻ പറ്റില്ല. ഇവരങ്ങനെ പഠിച്ച് ദൈവത്തെ അങ്ങ് പഠിക്കുക. ദൈവം ഒരു പഠന വിഷയമല്ല. ഹല്ലേലൂയ. അവൻ സർവജ്ഞാനിയായ ദൈവത്തെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. വെളിപ്പാടിലൂടെ അവൻ നമുക്ക് വെളിപ്പെടുത്തരുന്നതിലൂടെ മാത്രമേ എന്തെങ്കിലും അറിയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വെളിപ്പെടുത്തരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ പഠിച്ചറിയാൻ അവനൊരു പഠന വിഷയമല്ല. അവനെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല, പഠിച്ചാൽ എഴുതി വെച്ചിട്ടുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാവാം. നമ്മൾ ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞതിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ഈ ലോകപരമായ അറിവിൽ നിന്ന് പലരും അവസാനം പഠിച്ച് സ്ഥിരം കാണുന്ന കാഴ്ചയാണ്, പഠിച്ച് ഇവരെല്ലാം കൂടെ ഒന്നാക്കും. ഇവരെല്ലാ മതഗ്രന്ഥവും പഠിച്ചിട്ട് പറയും അവിടെ പറയുന്നു ഇവിടെ പറയുന്നു ഒന്നാണ്. ഞാൻ വേറെ ഒന്നും വായിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അവിടെ പറയുന്ന ആളും ഇവിടെ പറയുന്ന ആളും ഒന്നല്ല, ഇവൻ ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിനെ പോലെ വേറെ ആരുമില്ല. യേശുവെ പോലെ ലോകത്തിൽ വേറെ ആളില്ല. സ്വർഗത്തിലും ഭൂമിയിലും ഒരേ ഒരു നാമം, അത് യേശു. ഈ ഭൂമിയിൽ വേറെ ആർക്കും ആ നാമം തുല്യം വയ്ക്കാനില്ല. വേറെ ആരെയും അവൻ്റെ സ്വഭാവ വിശേഷവുമായി കണക്ട് ചെയ്യാനില്ല. അവനെപ്പോലെ ആരുമില്ല. അവൻ്റെ ശക്തിക്ക് തുല്യനായും വേറെ ആരുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ റാഷണലൈസ് ചെയ്ത് പറയുന്ന ഒരു ചിന്താഗതി നമുക്ക് തോന്നും, കേൾക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, സംഭവം ഓക്കെ അല്ലേ എന്ന് തോന്നും. പക്ഷെ അല്ല, അത് വലിയ ചതിയാണ്. ഇവിടെ വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും അത് ദൈവത്തിൽ നിന്നുള്ളത്. പകരം യേശുവിനെ സ്വീകരിക്കാത്ത വെച്ചാൽ രക്ഷിതാവായി സ്വീകരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അതായത് യേശു ജഡത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതാരമെടുത്ത് അവൻ ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിച്ചു, ജഡത്തിൽ അവൻ വെളിപ്പെട്ടു എന്ന് വിശ്വസിക്കാത്തവൻ, നേരത്തെ ഞാൻ പറഞ്ഞതാ ഉദാഹരണം, അവർ പറയുന്നതാണ് അതൊരു കഥാപാത്രം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ഈ ലോക ചിന്തയ്ക്കകത്തുള്ളതാണ്. ഞാൻ ഇന്ന് പറഞ്ഞ മെസ്സേജുമായിട്ടുള്ള ബന്ധമുള്ള കാര്യമല്ല അത്, എങ്കിലും ഞാൻ പറഞ്ഞു തന്നെ കൂട്ടത്തിൽ പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇങ്ങനെ ലിങ്കുകളൊക്കെ പലരും എനിക്ക് അയച്ചു തരാറുണ്ട്. പക്ഷേ എനിക്കും തോന്നും, നമുക്ക് സാധാരണ ഇവരുടെ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിയായിരിക്കും, എല്ലാം ശരിയാണ്. പക്ഷേ ഇതിൻ്റെ എക്സ്ട്രീം വേറൊരു തലമുണ്ട്. അവസാനം ഒരു പറഞ്ഞു പറയും എല്ലാം ഒന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദം നമ്മെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശു വന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 10 അതിൻ്റെ 38-ാമത്തെ വാക്യം. നസറായനായ യേശുവിനെ, ശ്രദ്ധിച്ച് കേൾക്കണേ, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഈ വചനത്തിനകത്ത് വലിയൊരു മർമ്മമുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു രഹസ്യത്തിനകത്തുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത ഓരോ അത്ഭുതങ്ങളായിക്കോട്ടെ, അടയാളങ്ങളായിക്കോട്ടെ, അതൊന്നും ദൈവമായിട്ട് ചെയ്തതല്ല. അതായത് ദൈവത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ല ചെയ്തത്. ഫിലിപ്പിനെ പറയും, അവൻ തൻ്റെ ദൈവത്വം എന്നുള്ളതിനെ അവൻ മുറുകെ പിടിക്കാതെ നമുക്ക് തുല്യനായി ഈ ഭൂമിയിൽ എന്തായി വന്നു? മനുഷ്യനായി ഇറങ്ങി വന്നു. മക്കൾ ജഡ രക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മനുഷ്യനായി എന്ന് വെച്ചാൽ എല്ലാ ബലഹീനതയുള്ള സാധാരണ മനുഷ്യനായി, അല്ലെ, വചനം ജഡം ധരിച്ചു. അവിടെ എഴുതിക്കുന്ന വാക്ക് സാക്സ് എന്ന വാക്കാണ്. സാക്സ് എന്ന് വെച്ചാൽ ഈ പാപമംഗലമായ ഈ ജഡം, ബോഡി, നമ്മെപ്പോലെ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു വ്യത്യാസം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 10:38 പറയാണ്, ആ യേശുവിനെ, നസറേത്തുകാരനായ, കണ്ടോ, സ്വർഗീയനായ യേശുവല്ല, നസറേത്തുകാരനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നിങ്ങളത് പിടിച്ചാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര രൂപാന്തരം സംഭവിക്കും. വെറുതെ കേട്ട് പോകാനുള്ളതല്ല. ശ്രദ്ധിച്ച്, ഒന്നുറക്കെ പറയാം, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോൾ എന്തായി? അപ്പോൾ യേശു
വെറും ഒരു നസ്വരേത്തുകാരനായ സാധാരണക്കായ ഒരു തച്ചൻ ആയിരുന്ന ഒരു ആശാരിപ്പണിക്കാരനാണ്. സാധാരണക്കാരനായ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു, അനോയിന്റ് ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ആശാരപ്പണി ചെയ്യുന്നതല്ല, അതുകൊണ്ട് അവനൊരു കാര്യം ചെയ്തെന്താ? ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഒരു മനുഷ്യൻ അഭിഷേകം ചെയ്യപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യും? നന്മ ചെയ്യും. 2, പിശാച് ബാധിച്ചവരൊക്കെ അവൻ വിടുവിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവും ശക്തിയും വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ മേൽ ആവസിച്ചപ്പോൾ അവൻ ചെയ്ത 2 കാര്യങ്ങൾ. 1, നന്മ ചെയ്തു, വാട്ട് ഈസ് ഗുഡ്, അത് അവൻ ചെയ്തു. 2, അവൻ പിശാച് ബാധിച്ചവരൊക്കെ, പിശാചിൻ്റെ രാജ്യത്തിന് അവന് ടെററായി മാറി. പിശാചിൻ്റെ പ്രവൃത്തിയിൽ അഴിപ്പാൻ തുടങ്ങി. അവന് ചുറ്റുമുള്ള പലരുടെയും പ്രശ്നങ്ങൾക്ക് അവനൊരു മറുപടിയായി മാറി. ഹല്ലേലൂയ. പിശാച് ബാധിച്ചവരൊക്കെ കണ്ടിട്ട് അവൻ സിമ്പതൈസ് ചെയ്ത് പോയില്ല, അവരെയൊക്കെ അവൻ സൗഖ്യമാക്കി വിടുവിച്ചു. വ്യത്യാസം ഇവിടെയാണ്. യേശു ദൈവമായിട്ടാണ് ഈ അത്ഭുതങ്ങളെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് യാതൊരു പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷേയോ അവൻ നമ്മെപ്പോലെ ആയിരുന്നിട്ട് അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായപ്പോൾ അവൻ ഇതൊക്കെ ചെയ്തുവെങ്കിൽ നാം ഓരോരുത്തർക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. യേശു ഈ ഭൂമി, ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിന് എന്തൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റും എന്ന് കാണിക്കാനല്ല. ഒന്നുകൂടെ പറയാം, യേശു വന്നത് ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനല്ല. പകരം ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനായാലും അവൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ അവൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ പലപ്പോഴും യേശു ഇത് അത്ഭുതങ്ങളൊക്കെ എങ്ങനെ അതിശയത്തോടെ ദൂരെ നിന്ന് കാണാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ദൈവം ആ അത്ഭുതങ്ങൾ ഓരോന്നും നമ്മെ ചലഞ്ച് ചെയ്യുന്നതാണ്. കാരണം ദൈവം നമ്മോട് പറയും ഇങ്ങനെയാണ്, യേശു ഈ അത്ഭുതത്തെ ചെയ്തെങ്കിൽ അത് നിനക്കും ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, നീ അത് ചെയ്യേണ്ടതാണ്. കാരണം നിന്റെ മേലും എന്തുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ട്. ഒരു ജൂനിയർ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവില്ല, ഒറ്റ പരിശുദ്ധാത്മാവേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. നമ്മളെപ്പോഴും പറയും എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം ഇത് തന്നെയാണ്. നാമും ഇതൊക്കെയും ചെയ്യേണ്ടതുണ്ട്. യേശു ചെയ്തത് മുഴുവൻ അല്ലേ നമ്മെ ദൈവമാക്കിയിരിക്കുന്നത് പണ്ട് യേശുവിൻ്റെ കാര്യങ്ങളെ പ്രസംഗിക്കാനല്ല, ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള യേശുവിനെ, ചരിത്രപുരുഷനായ യേശുവിനെ പ്രസംഗിക്കാനല്ല. പകരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, ഇന്നും നമ്മളുടെ ആ അത്ഭുതങ്ങൾ, അതേ അത്ഭുതങ്ങളെ റിപ്പീറ്റ് ചെയ്യാൻ കഴിവുള്ള യേശുവിനാണ് നാം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ചെങ്കടൽ വിഭാഗിച്ച ദൈവത്തിന് ഇന്നും മാറ്റമില്ല. അവൻ ഇന്നും കഴിവുള്ളവനാണ്, ഇന്നും തയ്യാറുമാണ് അത് കീറി മുറിക്കാൻ. പറ്റൂലേ? ഇന്നും പറ്റത്തില്ലേ? ചെങ്കടൽ കയറാൻ ഇന്നും പറ്റത്തില്ല ദൈവത്തിന്. പറ്റും, കഴിയും. കാരണം എന്താ? അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവമാണ്. അല്ല എങ്കിൽ അവൻ ഇങ്ങനെ പറയുമായിരുന്നു, ഐ ആം ഹു ഐ വാസ്. ഞാൻ പണ്ടങ്ങനെ ആയിരുന്നു, ഇപ്പം അങ്ങനെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരോടും ക്രിസ്ത്യാനികൾ, ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ അകത്ത് തന്നെ വലിയ കൂട്ടം അവിശ്വാസികളാണ്. വിശ്വാസികളുടെ ഇടയ്ക്ക് തന്നെ ഒരു കൂട്ടം അവിശ്വാസികളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിൽ നോക്ക്. ഏതെങ്കിലും ഒരു അത്ഭുതം കർത്താവ് ചെയ്തത്, ഏതെങ്കിലും ഒരു ദൈവമനുഷ്യനിലൂടെ ചെയ്ത അത്ഭുതത്തെ കണ്ടാൽ അതിൻ്റെ താഴെയുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാർ നോക്കി 90% ക്രിസ്ത്യാനികളായിരിക്കും. എന്താ കമൻ്റ് ഇടുന്നേ? തട്ടിപ്പാണെന്നും വെട്ടിപ്പാണെന്നും കള്ളമാണെന്നും പറയുന്ന ഒരു കൂട്ടരുണ്ടാവും. എന്തുകൊണ്ടാണ്? അവരുടെ ബുദ്ധിക്ക് ഇന്നും യേശു ഇന്ന് അത്ഭുതം ചെയ്യുന്നവർ വിശ്വസിക്കുന്നില്ല. അവരുടെ മനസ്സിനകത്ത് ഈ വചനത്തിൻ്റെ വെളിപ്പാടില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണെങ്കിൽ അവൻ ഇന്നും ഒരു കല്യാണത്തിനകത്ത് ബിരിയാണി തീർന്ന ബിരിയാണി ചെമ്പിനകത്ത് ഈ ബിരിയാണി കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഞാനൊരു എക്സാഗ്രേഷൻ പറയുകയല്ല, ഇറ്റ്സ് പോസിബിൾ. എന്തുകൊണ്ട് പറ്റില്ല? ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനേ പറ്റും, വീഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ പോലും പറ്റത്തില്ല. വീഞ്ഞുണ്ടാവണമെങ്കിൽ വർഷങ്ങളെടുക്കും. പക്ഷെ ആ വീഞ്ഞാണ് ഒരു നിമിഷം കൊണ്ട് യേശു കർത്താവ് ഉണ്ടാക്കി കൊടുത്തത്. ബിരിയാണി നമുക്ക് 1 മണിക്കൂറുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു സഹോദരി, അവർ ആഫ്രിക്കയിൽ മിഷൻ ഫീൽഡിലായിരുന്നു, ഹെയ്തി ബേക്കർ.
അവരുടെ ലൈവായിട്ടുള്ള സാക്ഷ്യമാണ്. ആഫ്രിക്കയിലൊക്കെ മിഷൻ ഫീൽഡുകളിൽ ട്രക്കുകളിൽ കണ്ടെയ്നറുകളിൽ ഫുഡ് കൊണ്ട് പാവപ്പെട്ടവർ കൊടുക്കുമായിരുന്നു. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഫുഡ് വന്ന് പാവങ്ങൾ വന്ന് ഇങ്ങനെ ഓടിക്കൂടി, കുഞ്ഞുമക്കളൊക്കെ അവർ വന്ന് കൂടി ഈ കണ്ടെയ്നറിൽ നിന്ന് ഫുഡ് വാങ്ങാൻ നിൽക്കുകയാണ്. ഇതിവേഗ സഹോദരി ആഫ്രിക്കയിൽ ശുശ്രൂഷിക്കുകയാണ്. ഒരു സാധാരണ സഹോദരി പരിശുദ്ധമായ ശക്തിയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടണം. നമ്മൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. അല്ലാതെ ഈ കാണുന്നതിനൊക്കെയും അതൊക്കെ ചുമ്മായാണെന്ന് പറഞ്ഞ് തള്ളാനല്ല. കാരണം എന്താ? നീ വിശ്വസിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുള്ളോ? നീ വിശ്വസിക്കുന്ന ദൈവം തന്നെയാണോ? അവനിന്നും കഴിവില്ലേ? അവനിന്നും അവൻ്റെ കൈ കുറുകിയിരിക്കുവാണോ? അങ്ങനെയാണെങ്കിൽ അതിനെ വിശ്വസിക്കാനും അതിനെ ചലഞ്ച് ചെയ്യാനുമാണ് നീ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എന്താ? അത് നടക്കില്ലെന്നല്ല, അത് നടന്നെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കും. ഹൈദീപേകരണ സഹോദരി അവരെ കണ്ടെയ്നറിനകത്ത് ഫുഡ് കൊണ്ടുപോയി. അതിനകത്ത് പൊരിച്ച ചിക്കനുണ്ട്, എല്ലാം കൂടുതൽ കുക്ക് ചെയ്ത ഭക്ഷണങ്ങളുണ്ട്, പല കണ്ടെയ്നറിലാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഫുഡ് കൊടുക്കാനായി പോയി ഒരു കൂട്ടം ജനം സപ്ലൈ ചെയ്യുവാണ്. സപ്ലൈ ചെയ്ത് നല്ലൊരു ജനത്തിന് സപ്ലൈ ചെയ്തപ്പോഴേക്കും സാധനം തീർന്നു. പക്ഷെ വീണ്ടും ജനം വന്നുകൊണ്ടിരിക്കുക വലിയ പ്രതീക്ഷയോടെ. കണ്ടെയ്നർ ക്ലോസ് ചെയ്തു. ഈ സഹോദരി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരോടും പറഞ്ഞു വെയിറ്റ് ചെയ്യും, ഫുഡ് ഇപ്പോൾ വരും. അവർക്കറിയാം മാസങ്ങളെടുത്ത് ട്രാവൽ ചെയ്താലേ ഈ കണ്ടെയ്നറോടെ എത്തൂ. ഷിപ്പിലാണ് കൊണ്ടുവരണം. ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്ക് എത്തണമെങ്കിൽ മാസങ്ങളെടുക്കും. പക്ഷെ അവർ ഈ കണ്ടെയ്നർ അടച്ചു. അവർ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ നീ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പ്രാർത്ഥിച്ച് കണ്ടെയ്നർ തുറക്കുമ്പോൾ നേരത്തെ ഫുള്ളായിരുന്നിട്ട് എംറ്റി ആയ കണ്ടെയ്നർ വീണ്ടും ഫുൾ. എങ്ങനെ വന്നു? ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് പോസിബിൾ. നമ്മുടെ ദൈവത്തിന് സാധ്യമാണ് എല്ലാം. നമ്മുടെ മനസ്സിനാണ് അസാധ്യം പലതും. ദൈവം ചോദിക്കുന്നതാണ്, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പക്ഷെ നമുക്ക് പറയും കഴിയത്തില്ല, നമ്മുടെ മനസ്സ് പറയും കഴിയത്തില്ല, നമ്മുടെ ബുദ്ധി പറയും കഴിയത്തില്ല. പക്ഷെ നമ്മുടെ ബുദ്ധി അതിനെ ഓവർകം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം ചെയ്യാൻ തയ്യാറാണ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. ഏലിയാവും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയാണ്, നമ്മുടേതാണ് ദൈവം, നിങ്ങളാണ്. അന്ന് അവർ കാര്യം, ഞാൻ പ്രസംഗം നീ കേട്ടോക്കടാ, ഈ പ്രസംഗം ഞാൻ സ്ഥാപിക്കാം, നീ ഹീബ്രുവോട് ഞാൻ ഗ്രീക്ക് എടുക്കാം എന്നല്ല പറഞ്ഞ്. ഏലിയാവ് പറഞ്ഞെന്താണ്? സ്വർഗം തീരുമാനിക്കട്ടെ, തീ തീരുമാനിക്കട്ടെ. ഹല്ലേലൂയ. ഇതാണ് ബോൾഡ്നെസ്. അല്ലാതെ ഹീബ്രു എടുത്ത് ഞാൻ പ്രസംഗിക്കാം, നീ ഗ്രീക്ക് എടുക്ക്, നമുക്ക് തെളിയിക്കാം, ഒരു മേശയ്ക്ക് തെളിയിക്കാം. അല്ല, വാ, കം, ഒരു സ്ഥലത്ത് വാ, ഉയർന്ന സ്ഥലത്ത് വാ, ഇവിടെ നമുക്ക്. അതായിരുന്നു ചലഞ്ച്. കാരണം സ്വർഗത്തിലെ ദൈവം അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഉപദേശം കൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല, അവൻ ശക്തിയിൽ വെളിപ്പെടുന്നവനാണ്. ഇന്ന് പരിശുദ്ധ ശക്തിയാണ് ജനറേഷൻ ആഗ്രഹിക്കുന്നത്. തലമുറകൾക്ക് ദൈവത്തെ വേണ്ടെന്നല്ല പറയുന്നത്. അവർ വേണ്ടെന്ന് പറയുന്നത് വെറും പ്രസംഗം മാത്രം ഒതുങ്ങുന്ന ദൈവത്തെ വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ശക്തിയുടെ ദൈവത്തെ ഏതൊരു തലമുറയും ആഗ്രഹിക്കും. ഏതൊരു തലമുറയും സൂപ്പർ നാച്ചുറലിന്റെ പുറകെയാണ്. അവർ മറ്റേ എന്തോ പറയുക, ഒരു സാധനം ഉണ്ടല്ലോ കളിക്കുന്നത്, ജൂഡോ ബോക്സ് മോനെ സാധനം ഉണ്ടല്ലോ, ഓജോ ബോർഡോ എന്തൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ പോവുക. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. കാര്യം എന്നറിയാമോ? എല്ലാവരുടെ ഉള്ളിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു ക്രേവിംഗ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ജനിച്ചുകൊണ്ടാണ്. എല്ലാവരും ദൈവം സൂപ്പർ നാച്ചുറൽ ആയതുകൊണ്ട്, അയ്യോ ഞാനൊക്കെ സാധാരണ മനുഷ്യനാ. അല്ല, വീണ്ടും ജനിച്ച ദൈവവേദലേ, നീ സാധാരണ വ്യക്തിയല്ല. നിന്റെ കഴിവൊന്നുമുണ്ടല്ല, നീ സാധാരണ നാച്ചുറലാണ്. പക്ഷെ നിന്റെ അകത്തൊരു സൂപ്പറുണ്ട്, നിന്റെ അകത്തൊരു സൂപ്പറുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? അപ്പോൾ അവിടെ ഉണ്ട്, സൂപ്പർമാൻ അല്ല, നിങ്ങളുടെ അകത്ത് സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെയാണ് അവൻ സൂപ്പറാ, നീ നാച്ചുറലാ. അപ്പം സൂപ്പർ നാച്ചുറൽ. നമ്മൾ ഓരോരുത്തരും സൂപ്പർ നാച്ചുറലാ. കാര്യം എന്താ? നമ്മുടെ മിടുക്കല്ല. ഞാൻ ആദ്യം വായിച്ച പോലെ അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവൻ സൂപ്പർ, നീ നാച്ചുറൽ. സൂപ്പർ നാച്ചുറൽ, വി ആർ സൂപ്പർ നാച്ചുറൽ. ഒന്നുറക്കെ പറ, ഞാൻ സൂപ്പർ നാച്ചുറലാണ്. അയ്യോ ഇന്നലെ വരെ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, എന്നെക്കൊണ്ടൊന്നും കഴിയില്ല, എന്നെക്കൊണ്ടൊന്നും കൊള്ളത്തില്ല. അല്ല, ഐ ആം സൂപ്പർ നാച്ചുറൽ. ഐ ആം സൂപ്പർ നാച്ചുറൽ. കാരണം എൻ്റെ അകത്തിരിക്കുന്നവൻ സൂപ്പറാ. അവനെ കൊണ്ട് അസാധ്യമൊന്നുമില്ല. 1 യോഹന്നാൻ 4:4 പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ ലോകത്തിലൊന്നിനും ഭയപ്പെടാൻ നിൽക്കരുത്. കാരണം എന്താ? നിന്റെ ഉള്ളിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. നിന്റെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. നേരത്തെ പറയുകയാണ്, ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച വാക്യം 1 യോഹന്നാൻ 4 വായിച്ചില്ലേ, യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അടുത്ത വാക്യം പറയുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെ? കള്ളപ്രവാചകന്മാരെ. ഈ ലോകത്തിൽ വന്ന് കള്ളത്തരം പറയുന്നില്ലേ, ജ്ഞാനം കൊണ്ട് ജയിക്കാൻ നോക്കുന്നില്ലേ, അവരെ നിങ്ങൾ ജയിക്കേണ്ടത് എങ്ങനെയാ? നിങ്ങളുള്ളവനെ കൊണ്ട്.
നിങ്ങളുള്ളവനെ തെളിയിച്ചു കൊടുക്കണം. നിങ്ങൾ അകത്തിരിക്കുന്നവനെ പ്രസംഗിച്ചല്ല തെളിയിക്കേണ്ടേ, ശക്തി കൊണ്ട് തെളിയിക്കണം. ഐ എം ചാലഞ്ചിങ് യു. നമ്മൾ ശക്തിയുടെ പ്രദർശനങ്ങളാവണം. ഹല്ലേലൂയ. പബ്ലിക് എന്താ പറയുക, മാനിഫെസ്റ്റേഷൻസ്, പബ്ലിക്കായിട്ടുള്ള ഡിസ്പ്ലേ ആവണം. എവിടെ പോയി നിന്നാലും അവിടെ അത് വെളിപ്പെടണം. ഹല്ലേലൂയ. മാനുഷികമായിട്ട് ഒത്തിരി ബലഹീനങ്ങൾ ഏലിയാവിനുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ ഏലിയാവ് ദൈവിക കാര്യത്തിൽ വന്നപ്പോൾ, അവൻ്റെ ദൈവത്തെ ചലഞ്ച് ചെയ്തപ്പോൾ അവൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാള എടുത്തിട്ട് വാ, ഞാനും നോക്കാം. അവരെല്ലാം അടുക്കി വെച്ച്, നിങ്ങൾക്കെല്ലാം സന്ദർഭം അറിയാം, അവരൊരു യാഗം ഉണ്ടാക്കി വെച്ചു. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എൻ്റെ ദൈവമാണോ നിൻ്റെ ദൈവമാണോ തീരുമാനം. ജീവനുള്ള ദൈവം ആരുടെ നോക്കാം, തീ ഇറക്കുന്നതാണ് ഒറിജിനൽ ദൈവം. അവർ നിലവിളിച്ചു, ആർത്ത് വിളിച്ചു. അവിടെ പ്രസംഗമൊന്നുമില്ലായിരുന്നു, തമ്മിൽ തല്ലില്ലായിരുന്നു, പരസ്പരം വാദിക്കലില്ല, ഒന്നുമില്ല. ഇന്നെന്താ വാദിക്കല. ഹീബ്രു, ഗ്രീക്ക്, അത് ഇതെല്ലാം എടുത്ത് തർക്കിച്ച് അവസാനം പറയും അതുമില്ല ഇതുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടറിന് ഉപദേശം കൊണ്ട് ജയിക്കാൻ നിൽക്കണ്ട, ആത്മാവിൻ്റെ പ്രദർശനമാവട്ടെ, പരിശുദ്ധാത്മാവിനാൽ ചെയ്ത് കാണിക്ക്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാ? പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. ബെത്സബൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈച്ചകളുടെ നേതാവെന്നാണ്. ഈച്ചകളോട് ഇരിക്കുന്നത്, ചീഞ്ഞാറുന്ന സ്ഥലത്താണ് പോയിരിക്കുന്നത്. ഒത്തിരി പേര് ലോകത്തിൽ നരകിച്ച് ജീവിക്കുകയാണ്. ഈ ഈച്ചകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുക. നമ്മുടെ ജോലി എന്നാ? തീ പോലെ അങ്ങ് പോകണം. ഈച്ച അവിടെ പോവും, കരിഞ്ഞു പോവല്ലേ. നമ്മൾ അങ്ങനെ വെളിപ്പെടണം. ഈ ഭൂതങ്ങൾ നമ്മളെ കാണുമ്പോൾ പേടിച്ച് ഓടണം. അവിടെ പോയാലും ഒറ്റ വാക്കിൽ ഇതെല്ലാം എന്ത് ചെയ്യണം? 4 പാടേക്ക് ചിതറണം. ഹല്ലേലൂയ. ഡിമോണിക് സ്പിരിറ്റ്സ് ഉണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? യേശു പറഞ്ഞു, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കും. ഇല്ലാത്തതിനെ പുറത്താക്കാൻ പറയുമോ? പക്ഷെ ഇന്നൊരു പുതിയ ടീച്ചിങ് വന്നുകൊണ്ടിരിക്കുക, ഭൂതങ്ങളില്ല. പിന്നെ എൻ്റെ കർത്താവ് വെറുതെ പറഞ്ഞതാ? ഹല്ലേലൂയ. ഇതേ പോലെ ഈ ലോകം പോലെ പോക്കാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുവാണ്, ഏതൊക്കെ രാജ്യങ്ങൾ ലെസ്ബിയൻസ് എന്ന് വെച്ചാൽ സ്ത്രീകൾ തമ്മിലുള്ള മാരേജൊക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നാച്ചുറലാവും, ഇവിടെ ഭാവിയിൽ നാച്ചുറലാവും. ഞാൻ പറയുന്നത് ഒരിക്കലും നാച്ചുറൽ ആവില്ല, നിയമാവുമായിരിക്കും, പക്ഷെ അതൊരിക്കലും നാച്ചുറൽ അല്ല. ഇതൊക്കെ പുതിയ ഏജിൻ്റെ സിസ്റ്റമാണെന്ന് ആരും പറഞ്ഞു വരരുത്, ഒരിക്കലുമല്ല. ഇത് പഴയ നിയമ കാലഘട്ടത്തേ ഉണ്ട്. പുതിയ കാലഘട്ടത്തിലുണ്ടായ ഒരു പാപം അല്ല ഇത്. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല, അത് പഴയ കാലം മുതലുണ്ട്. സൊദോം ഗൊമോറയുടെ പാപം എന്നാണ് ചോദിച്ചാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ആണും പെണ്ണും പരസ്പര അവലക്ഷണമായി പ്രവർത്തിച്ചു. ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റത്തിന് നേരെ വിരുദ്ധമായിരുന്നു. കാരണം ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷേ അവർ അതിനെ സിസ്റ്റത്തിനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ സ്വർഗം ഇടപെട്ടു. സൊദോം ഗൊമോറ കത്തിച്ചാമ്പലായി. ഹല്ലേലൂയ. ഇന്നും ആ പാവമാണ് പലരും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയുവാണ് ഇതാണ് പുതിയ സ്റ്റൈൽ. ഇത് പുതിയ സ്റ്റൈലല്ല. ചിലർ പറയുന്നത് ഒരു മെൻ്റൽ രോഗം അല്ല, അത് മാനസിക രോഗവുമല്ല. അതിൻ്റെ പിന്നിൽ ഈവിൽ സ്പിരിറ്റാണ്, അത് ദുരാത്മാവാണ്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇങ്ങനെയുള്ള ഒരു 99% ആൾക്കാർ നോക്കിയാൽ അവരുടെ പാസ്റ്റിൽ, അവരുടെ കൗൺസിൽ ചെയ്ത ഒത്തിരി പേര് അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പാസ്റ്റ് ലൈഫിൽ അവരേതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായ അതിക്രമത്തിന് അവരുടെ ഇരയായിട്ടുണ്ടാവും. ആദ്യം അവർക്കത് വെറുപ്പായിരിക്കും, പിന്നെ വെറുപ്പ് മാറി അത് ഇഷ്ടമായി മാറും, പിന്നെ അതിനൊരു ശീലമാക്കും. കാരണം അവരെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു ഈവിൽ സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ആ ഈവിൽ സ്പിരിറ്റാണ് പിന്നെ അവർ ബൈൻഡ് ചെയ്ത് അവരെ ലൈഫിനും തൊലച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടത് മാനസിക ആരോഗ്യത്തിൻ്റെ കൗൺസിലിങ്ങോ മെഡിസിനോ അല്ല, അവർക്ക് വേണ്ട ഡെലിവറൻസ് ആണ്. അവർക്ക് വേണ്ടത് വിടുതലാണ്. അവർക്ക് വേണ്ടത് അഭിഷേകങ്ങൾ നുകങ്ങളെ തകർക്കുമെന്ന് പറയുന്ന പോലെ പരിശുദ്ധ അഭിഷേകത്തോടുകൂടെ അതിനെ പുറത്താക്കലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെല്ലാം ഇന്ന് നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സെഷനൊന്നും ദുരാത്മാവിനെ പുറത്താക്കുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് പിന്നെ പിടിക്കത്തില്ല, അവർക്കത് ഇഷ്ടപ്പെടത്തില്ല, ഇതൊന്നും നടക്കത്തില്ല, ഇങ്ങനൊന്നും സംഭവം ഇല്ല. ചിലർ പറയുന്നത് ദുരാത്മാവില്ല, അത് വേറെ എനർജി എന്നാണ്. എന്തെനർജിയാണ്? ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. അതിനർത്ഥം വ്യക്തികൾ പരിശുദ്ധാത്മാവിനാലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം, ദുരാത്മാവിനാലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം. ബൈബിളിൽ തന്നെ നമുക്ക് പല എക്സാമ്പിൾസ് ഉണ്ട്. ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ, അവൻ എവിടെ പോയി കിടന്നു? കല്ലറകളിൽ പോയി ഉറങ്ങി. അവനെ പരിശുദ്ധാത്മാവല്ല നടത്തിയത്, അവനെ നടത്തിയത് ഒരു സൂയിസൈഡൽ സ്പിരിറ്റ് ആയിരുന്നു. അവൻ സ്വയം കൊല്ലുവാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് എത്രയോ പേർ മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ സുബോധത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുമോ?
ഒരിക്കലുമില്ല. ആ ഐസൂഡിസിൻ്റെ സ്പിരിറ്റ്സ് ആണത്. ഹല്ലേലൂയ. ഒത്തിരി പേർ ഇന്ന് ലോകത്തിൽ ഇങ്ങനെ മോശമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പല ദുരാത്മാവിൻ്റെയും, അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത്, നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ദുരാത്മാക്കളെ പുറത്താക്കണം, പിശാച് ബാധിച്ചവരെ വിടുവിക്കണം. ഹല്ലേലൂയ. ഡെലിവറൻസ് എന്ന് പറയുന്നത് മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ്, ഒരു ശുശ്രൂഷയാണ്. 18 വർഷമായി കൂനിയായിരുന്ന സഹോദരി, അവളെ വിടുവിക്കാൻ പോയപ്പോൾ അതിന് പോലും പരീശന്മാർ എതിർത്തു. എന്തിനാ ഇന്ന് ശബത്തല്ലേ? യേശു ചോദ്യതാണ്, നിന്റെ വീട്ടിൽ ആടിനെ നീ വെള്ളം കുടിപ്പിക്കുമോ? ശബത്തായ കുടിപ്പിക്കും. അബ്രഹാമിൻ്റെ മകളായ ഇവളെ പിശാച് കഴിഞ്ഞ 18 വർഷമായി ബന്ധിച്ചു വച്ചിരുന്നെങ്കിൽ അതിനെ അഴിച്ചുവിടേണ്ടതല്ലയോ? ചിലതൊക്കെ കെട്ടിവെച്ചുള്ളതൊക്കെ അഴിക്കണം. അതിനായി ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിൽ അയച്ചിരിക്കുക. നമ്മൾ അവരെ പോലെ എല്ലാവരെയും പോലെ ആണെന്ന് പറഞ്ഞ് നോർമലായി അവരുടെ കൂടെ കയറാനല്ല. ചിലതൊക്കെ വ്യത്യസ്തത തിരിച്ചറിയണം. ചിലരൊക്കെ നമ്മൾ ചില സാധനം സംസാരിക്കുക നമ്മളൊരിക്കലും സ്നേഹം കൊണ്ടാകുന്നത്, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ അതിനെന്ത് ചെയ്യണം? ഡിസൈനിങ് ഓഫ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റിംഗ് തന്നെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണത്. ഡിസൈൻ, ആത്മാവിനെ തിരിച്ചറിയുക. അവൻ ഏത് ആത്മാവിൽ സംസാരിക്കുന്നു? ഇത് എന്നെ നന്നാക്കാനാണോ അതോ എന്നെ കുരുക്കാനാണോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സെൽഫ് കൺട്രോളിൻ്റെയും ഡിസൈനിങ്ങിൻ്റെയും ഒക്കെ ഉള്ള പരിശുദ്ധാത്മാവിനെയാണ്. ഇപ്പോൾ യേശു ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തു? അപ്പോൾ നമുക്ക് സാധാരണ പറയും യേശു ക്രിസ്തു. എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തു. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തു. ലേഖനങ്ങൾ വരുമ്പോൾ എല്ലാം നമുക്ക് യേശു ക്രിസ്തു എന്ന് കാണാൻ പറ്റും, അല്ലേ? ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന് പറയുന്നത് യേശുവിൻ്റെ സർനെയിമല്ല. ചിലർ പറയില്ലേ, വീട്ടുപേരോട് ചേർത്ത് പറയും, അതുപോലെ സർനെയിമല്ല. ക്രൈസ്റ്റ് എന്ന വാക്ക് അതിനർത്ഥം ദ അനോയിൻറ്റഡ് വൺ എന്നാണ്, അഭിഷിക്തൻ. ക്രിസ്റ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിലുള്ളതാണ്. അതിൻ്റെ ട്രാൻസ്ലേഷനിൽ ഹീബ്രു വേർഡ് വരുമ്പോൾ മെസ്സിയ എന്ന് പറയും നമ്മൾ. ക്രൈസ്റ്റ് ദ മെസ്സയ, ക്രൈസ്റ്റ് ദ അനോയിൻറ്റഡ് വൺ എന്നാണ് അർത്ഥം. അപ്പോൾ ജീസസ് ദ അനോയിൻറ്റഡ് വൺ, ജീസസ് ദ മസ്സിഹ, മസ്സിഹായ യേശു, അഭിഷിക്തനായ യേശു എന്നർത്ഥം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ദൈവം ചില പ്രത്യേക പദ്ധതികൾക്കായി വ്യക്തികളെ വേർതിരിക്കുകയും അവരെ അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്യുമ്പോൾ പറയുന്ന പേരാണ് അഭിഷിക്തൻ. യേശുവിനെ ദൈവം അയച്ചത് എന്തിനായിരുന്നു? ചില പ്രത്യേക പദ്ധതിക്കായി തനിക്ക് വേണ്ടി യേശുവിനെ വേർതിരിച്ചു. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എന്താ ക്രിസ്ത്യൻസ്? ഇന്ന് അതേ ക്രൈസ്റ്റ് ഉള്ളിൽ വസിക്കുകയും ആ ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുകയും ആ ക്രൈസ്റ്റിൻ്റെ ശക്തിയിൽ നടക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻസ്. ഹല്ലേലൂയ. വി ആർ ദ അനോയിൻറ്റഡ് വൺ. നാം ഓരോരുത്തരും അഭിഷേകമുള്ളവരാണ്. ഹല്ലേലൂയ. എല്ലാ മതങ്ങളിലും സൂപ്പർ നാച്ചുറൽ വലിയ ക്രേവിംഗ് ഉണ്ട്. ചിലരാണെങ്കിൽ അതിനുവേണ്ടി കോഴികൾ അറുക്കും, പൂജ നടത്തും. ചിലരാണെങ്കിൽ രാവിലെ എണീറ്റ് സൂര്യൻ നോക്കി മണിക്കൂറിൽ നിൽക്കും, നക്ഷത്രങ്ങൾ നോക്കി രാത്രി നിൽക്കും, ചില ശക്തി പ്രാപിക്കാൻ. എല്ലാവർക്കും പവർ ഇഷ്ടമാണ്, ശക്തി, സൂപ്പർ നാച്ചുറലിനെ പുറകെ എല്ലാവരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മതങ്ങളും സൂപ്പർ നാച്ചുറലിന് വേണ്ടി വലിയ ആഗ്രഹമാണ്. അവർ പവർ കിട്ടാൻ വേണ്ടി, അച്ചീവ് ചെയ്യാൻ വേണ്ടി പലതും ശ്രമിക്കും. യാഗങ്ങൾ ചെയ്യും, വർഷങ്ങളുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത, നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തല്ല പവർ കിട്ടുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 1:8 പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ യു ഷാൽ റിസീവ് പവർ, നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മൾ അച്ചീവ് ചെയ്യുകയല്ല, നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. വി റിസീവ് പവർ. അതെങ്ങനെയാ? ഫ്രീ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ യു ഷാൽ റിസീവ് പവർ. ഹല്ലേലൂയ. വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലിനുള്ള അവകാശമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഹല്ലേലൂയ. വി ഷാൽ റിസീവ് പവർ. നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഹെർക്കുലീസിൻ്റെ ഒക്കെ ഒരു വലിയൊരു ഹാമർ ഉണ്ടുണ്ടാകല്ലോ. ഒരു ഹാമർ, ഹെർക്കുലീസ് ആണോ? ഒരു ഹാമറുള്ള ഒരു വ്യക്തി, വലിയ ഹാമർ. എന്താ? തോറാ പേര്, തോർ. ആ, ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന ഹെർക്കുലീസ്, അതുപോലെ തന്നെ തോർ, ഇങ്ങനെയുള്ള വലിയ വലിയ, ഈവൻ സൂപ്പർമാൻ, എന്തൊക്കെ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്താണ്? സ്പെഷ്യൽ ആയിട്ടുള്ള പവർ ഉണ്ടല്ലേ? സ്പെഷ്യൽ പവർ ഉണ്ട്. ആ ചുറ്റിനാണെങ്കിൽ ഭയങ്കര വെയിറ്റാണ്, എടുത്ത് അടിച്ചാൽ തീർന്നു അല്ലേ? നമ്മളെ ഇരിക്കുന്ന ഒരു ചുറ്റിയുണ്ട്, നമ്മുടെ കയ്യിലിരുന്നൊരു സ്പെഷ്യൽ പവറുണ്ട്. ശത്രു കാണുമ്പോഴേ ഇട്ട് ഓടുന്നൊരു പവർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മൾ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് അറിയുന്നില്ല.
തിരിച്ചറിയുന്നില്ല. വചനം പറയുന്നു, യു ഷാൽ റിസീവ് പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് കം അപ്പോൺ യു. പരിശുദ്ധൻ നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അയ്യോ ബ്രദറെ, ഇനി അതിനുവേണ്ടി 10 ദിവസം ഉപവസിക്കണ്ടേ, 40 ദിവസം ഇരിക്കണ്ടേ? അല്ല. വെൻ ദ ഹോളി സ്പിരിറ്റ് കം, പരിശുദ്ധമ വരുമ്പോൾ നിന്റെ മേൽ പരിശുദ്ധം വന്നിരിക്കുകയാണ്. നീ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. യു ഹാവ് ദ പവർ. ശക്തി ഇനി വരാനില്ല. ഐ ഹാവ് ഇറ്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റിലീസ് ഇറ്റ്. നമ്മൾ തന്നെ റിലീസ് ചെയ്യണം. ഇതിനിടയ്ക്കാണ് ശത്രു പ്ലേ ചെയ്യണത്. ശത്രു പറയും, നിനക്ക് ഇനി വരാനുണ്ട്, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ പ്രാപിക്കണം. ഇത് നമ്മുടെ അച്ചീവ്മെൻ്റ് അല്ല, ഇത് അവൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, ശക്തനായവൻ വരുമ്പോൾ നമ്മൾ ശക്തന്മാരായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പം എന്താണ്? നമുക്ക് പ്രത്യേകിച്ചൊരു സംഭവം ഉണ്ടായതല്ല. അകത്ത് ആര് വന്നു? ശക്തിമാൻ വന്നപ്പോൾ ഇനി ഞാനല്ല ശക്തിമാൻ അത്രേ, ഞാനല്ല ക്രിസ്തു അത്രേ. ഐ ഹാവ് ദ പവർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്നിൽ വെളിപ്പെടുകയാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ കയറി നിങ്ങൾ അടച്ച് വാഴുമ്പോൾ പിന്നെ ഇത് വെളിപ്പെടുത്തുക. കാരണം എന്താ? നമ്മുടെ ചിന്തയിൽ കുറേ കൂടെ പ്രാർത്ഥിക്കണം, കുറേ കൂടെ ഉപവസിക്കണം, എന്നിട്ടേ ഇത് വരൂ. അങ്ങനെ വരാനുള്ള ഒന്നല്ല. ഫ്രീലി യു ഹാവ് റിസീവ് ദ പവർ. യു ഹാവ് ദ പവർ. ശത്രു നമ്മെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കരുത്. ഹല്ലേലൂയ. നീ അത് ചെയ്താൽ നിനക്ക് ശക്തി കിട്ടത്തില്ല, ഇത് ചെയ്ത് അല്ല. ഇത് ചില വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ അധികാരം കൊടുത്തു. അതൊരു അധികാരമാണ്. ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് മാത്രമല്ല, അതൊരു അധികാരമാണ്. നിന്നെ കാണുമ്പോൾ ശത്രു ഭയന്ന് വിറയ്ക്കുന്നത് അധികാരമാണത്. നിൻ്റെ പവറാണ്, നിൻ്റെ പൊസിഷനാണ്. ക്രിസ്തുവിൽ നിൻ്റെ പൊസിഷനാണ്. ഹല്ലേലൂയ. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരായ നമ്മെ സ്വർഗീയന്മാരാക്കി മാറ്റാനാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മൾ ദൈവത്തിലേക്ക്, അല്ലേ? വചനം പറയണം, യേശുവിനോട് കൂടെ നിങ്ങൾ മരിച്ച് ഉയർത്തെന്നിട്ട് അവനോട് കൂടെ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടു. അവൻ ഇറങ്ങി വന്നത് നമ്മെ അവിടെ കയറ്റാനാണ്. ഹല്ലേലൂയ. നമ്മൾ അവിടെ ഇരുത്തപ്പെട്ടിരിക്കുവാണ്. ഇന്ന് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് വേണം, ആ പൊസിഷനിൽ നിന്ന് വേണം ഇവിടെ റൂൾ ചെയ്യാനായിട്ട്. അവിടെ ഒരു നാൾ കയറി ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ നമുക്കിവിടെ വാഴാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്നവരായ മാത്രമേ ഇവിടെ വാഴ്ച നടത്തുവാനായി കഴിയത്തുള്ളൂ. വി ആർ ദ ന്യൂ ക്രിയേഷൻ. ഒരു പുതു സൃഷ്ടിയാണ് നമ്മൾ ക്രിസ്തുവിൽ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മർക്കോസ് 16 പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സിമ്പിൾ, വെരി സിമ്പിൾ. വിശ്വസിച്ചാൽ നടക്കും. ഹല്ലേലൂയ. മർക്കോസ് 9 പറയുകയാണ്, ഇഫ് യു ബിലീവ് എവറിത്തിങ് ഈസ് പോസിബിൾ. നീ വിശ്വസിക്കുകയാണെങ്കിൽ സകലതും സാധ്യം. ഹല്ലേലൂയ. എന്നീ സത്യം നിങ്ങൾ തിരിച്ചറിയുക. യോഹന്നാൻ 8 അതിൻ്റെ 32 പറയുകയാണ്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താ സത്യം? ഞാൻ അധികാരമുള്ളവനാണ്, ഞാൻ ശക്തിയുള്ളവനാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. വേറെ ഏത് സ്പിരിറ്റ് നിനക്കെതിരെ എന്ത് ചെയ്തോട്ടെ, ആരെന്ത് ചെയ്തോട്ടെ, നിന്നെ അതൊന്നും ബാധിക്കത്തില്ല. നിന്റെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഇൻ മീ, ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അപ്പോൾ ശത്രുവിന് ആയുധം എറിയണമെങ്കിൽ അത് ക്രിസ്തുവിനെതിരെ എറിയാൻ പറ്റത്തുള്ളൂ. ഇനി ജീവിക്കുന്ന ഞാനല്ല. ഗലാത്യർ പറയുകയാണ്, ഇനി ഞാനല്ല, അതിൽ ക്രിസ്തു അത്രേ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, മന്ത്രവാദം നിനക്കെതിരെയല്ല, ക്രിസ്തുവിനെതിരെയാണ്. അവനെതിരെ ഒന്നും ഫലിക്കത്തില്ലെങ്കിൽ നിനക്കെതിരെ ഒന്നും ഫലിക്കത്തില്ല. സിമ്പിൾ ലോജിക്. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങളുടെ നടപ്പും ഭാവവും ഒക്കെ ഒന്ന് മാറട്ടെ. പിശാചൊക്കെ ഒന്ന് പേടിക്കുന്നൊക്കെ ഒന്ന് ഗമയോടെ കാണ്. ജസ്റ്റ് ഒന്ന് നോക്ക്. വീട്ടിലത് കയറുമ്പോൾ സൈഡിൽ കൂടി വിറച്ചുകൊണ്ടൊക്കെ പിശാച് ഓടുന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയേ. യേശു കടം ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? അയ്യോ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നേന്ന് നമ്മൾ വിളിച്ചില്ല, ഒരൊറ്റ പോക്കാ. എന്നെ നിങ്ങളെ അയച്ചിട്ട് അങ്ങനെയാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. നോ കോംപ്രമൈസ് ടു ഡെവിൾ. പിശാചിൻ്റെ പ്രവൃത്തികളോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യ സമയത്ത് കർത്താവ് വന്നൊരു തോട്ടാണ്, മോനെ പിശാചിൻ്റെ പ്രവൃത്തികളോടും അവനോടും ഒരു കോംപ്രമൈസും ഇല്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ കടന്നു ചെന്ന പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും ഞാൻ കണ്ടുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോഴേ അടുക്കളയ്ക്കകത്തുനിന്ന് വിളിക്കും ചിലപ്പോഴൊക്കെ,
അയ്യോ ഇങ്ങോട്ട് വരണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ, ഇങ്ങോട്ട് വരണ്ടേ. എന്നാ ഒരു കാര്യം അറിയാമോ? പിശാചിൻ്റെ പ്രവൃത്തി അഴിപ്പാനാണ് സ്വർഗ്ഗദൈവം നമ്മെ അയക്കിയിരിക്കുന്നത്. ഏത് സ്ഥലത്ത് കടന്നു ചെന്നാലും, ഏത് ഭവനത്തിൽ കടന്നു ചെന്നാലും, എവിടെ ആയിരുന്നാലും നിങ്ങൾ അവനൊരു ടെററായിരിക്കും. കാരണം നമ്മെ ദൈവം അങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എങ്ങനെ? വെറും കൈയായിട്ടല്ല, അധികാരത്തോടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകി സ്വർഗം നമ്മെ അയച്ചിരിക്കുകയാണ്. ഇന്ന് ഭവനത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഒരു പാസ്റ്ററല്ല, ഒരു പള്ളച്ചനല്ല അധികാരി, നിങ്ങളാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നിങ്ങളുടെ നാവിലൂടെ സംഭവിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി, ഏറ്റവും വലിയ പൊസിഷൻ എന്ന് ചോദിച്ചാൽ ശുശ്രൂഷകൻ എന്നല്ല, ദൈവത്തിൻ്റെ മകൻ എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ മകളെന്നുള്ളതാണ്. നിങ്ങളുടെ നാവിന് അധികാരം വളരെ വലുതാണ്. നിങ്ങളുടെ ഭവനം നോക്കി, മക്കളെ നോക്കി നിങ്ങൾ സംസാരിക്കുന്ന പ്രവചന വാക്കുകൾ അത് നിങ്ങളെ കണ്ണാൽ കാണാം. ഹല്ലേലൂയ. വായ്കൾ തുറന്ന് പറയുക, വായ് തുറന്ന് സംസാരിക്കുക. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, അവനെ നിറയ്ക്കും. കഴിഞ്ഞ ആളുകൾ നിങ്ങൾ പറഞ്ഞൊക്കെയും നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ അതും നിറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ദിവസങ്ങളിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോൾ ഒരു പുതിയൊരു തെറാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ തെറാപ്പിയിൽ പറയുന്നത് സെൽഫ് സംതിങ്, അതായത് നമ്മോട് തന്നെ നമ്മൾ നന്നായിരിക്കുക. അതായത് നമ്മോട് അല്പം ഒന്ന് കരുണ കാണിക്കുക എന്നാണ് മലയാളം കറക്റ്റ്. നമ്മോട് എന്ത് ചെയ്യുക? കരുണ കാണിക്കുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. സാധാരണ ചിലർ പറയും, എൻ്റെ ശരീരത്തെ നോക്കിയിട്ട് അയ്യോ ഇത് മോശം, ഇങ്ങനെ പറയത്തില്ലേ? ശരീരത്തെ കേഴ്സ് ചെയ്യും ചിലരൊക്കെ, മോശം മോശം. അതിന് പകരം ശരീരത്തെ ബ്ലസ് ചെയ്ത് പറയുക. സയൻസ് പറയുന്നതാ, പക്ഷേ ഇറ്റ്സ് ബിബ്ലിക്കൽ. ഉണങ്ങിയ അസ്ഥിയോട് പോലും എന്ത് ചെയ്യണം? സംസാരിക്കണം. ദൈവത്തിൻ്റെ വചനം സംസാരിക്കണം. ദൈവം പറയുന്നത് സംസാരിക്കണം. അത് അങ്ങനെ തന്നെ ആയിത്തീരും. ദൈവത്തിൻ്റെ വചനത്തെ നാവിലെടുക്കുക, പ്രൊക്ലെയിം ചെയ്യുക. അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എങ്ങനെയാണെന്ന് ദൈവം പറയുന്നത് അതുപോലെ സംഭവിക്കുക. എന്താ പറയേണ്ടത്? ഞാൻ ഈ ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. ചുറ്റുമുള്ളവരുടെ കണ്ണുനീരിലൊക്കെയും സ്വർഗത്തിൻ്റെ മറുപടിയാണ് ഞാൻ. എന്നെ കാണുമ്പോൾ ദുരാത്മാക്കൾ ഭയന്ന് വിറയ്ക്കുകയാണ്. സ്വർഗത്തിനെ എങ്ങനെ കണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. എല്ലാത്തിനും മേൽ വാഴ്ച നടത്തുവാൻ സ്വർഗം നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അധികാരത്തുള്ളവരായി നമ്മൾ ഓരോരുത്തരും വെസൽ ഓഫ് പവർ. ഇന്നത്തെ മെസ്സേജിൻ്റെ ചുരുക്കത്തിലുള്ള വി ആർ ദ വെസൽ ഓഫ് പവർ. ശക്തിയുടെ ഒരു പാത്രമാണ് നമ്മൾ. കാരണം എന്താ? ശക്തിമാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ആർക്കും പെട്ടെന്ന് തകർത്ത് കളയാനോ ഉടച്ചു കളയാനോ പറ്റത്തില്ല. കാരണം ഇതിനകത്തിരിക്കുന്നവൻ ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. ശക്തി നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ശരീരം വീക്കായി ഇരിക്കുക, പുറം ക്ഷയിച്ചിരിക്കുകയാണ്, രോഗത്തിൻ്റെ അവസ്ഥ ഇരിക്കുകയായിരിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ പുറത്ത് രോഗത്തിൻ്റെ അവസ്ഥയും ബലഹീനമാണ് വിചാരിച്ചോ? മനസ്സിലാക്കേണ്ടതിനാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവൻ നിൻ്റെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. അതായത് അകത്തുനിന്ന് പുറത്തേക്ക് ലൈഫ് ഫ്ലോ ചെയ്യും. അപ്പോൾ എന്ത് രോഗമായിക്കോട്ടെ, പുറത്ത് എന്ത് പ്രശ്നമായിക്കോട്ടെ, അകത്തെ ഈ ജീവൻ പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ. അകത്തുനിന്ന് പുറത്തോട്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ആ ശക്തിയെ കൊണ്ടു നടക്കുന്ന കണ്ടെയ്നറുകളാണ്, വെസൽസ് ആണ്, പാത്രങ്ങളാണ്. ഹല്ലേലൂയ. അതുപോലെ അതിനെ പറയുന്നത് ഈ മൺപാത്രത്തിലാണ് ആ സ്വർഗീയ നിക്ഷേപത്തെ പകർന്നിരിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആൻഡ് മീ ഈസ് എ മെജോറിറ്റി. ഞാനും പരിശുദ്ധാത്മാവും ചേർന്നാൽ അത് മെജോറിറ്റിയാണ്. പിന്നെ എനിക്കിതിൽ വേറെ ഒന്നിനും നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ തന്നെ നിങ്ങളെ തന്നെ കാണുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ശുശ്രൂഷയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങളുടെ വാക്കുകൾക്ക് ചില വെയിറ്റ് വരാൻ പോവുകയാണ്. സംതിങ് ഇറ്റ്സ് വിൽ ക്യാരി പവർ. അതിനെ പറയുന്നതാണ് രാജാവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. രാജാവ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവം ചില വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പിന്നെ നോ എന്നാവത്തില്ല. അത് എറ്റേണിറ്റി വരെ, നിത്യത വരെ അത് യെസ് തന്നെയാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ പോവുക, ഞാൻ എൻ്റെ ശക്തിയെ നൽകിയിരിക്കുകയാണ്, എൻ്റെ അധികാരത്തെ നൽകിയിരിക്കുകയാണ്. വി ഹാവ് ദ അതോറിറ്റി ആൻഡ് പവർ. ഹല്ലേലൂയ. ഒരു പിശാചിനും നിന്നെയോ എന്നെയോ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു പിശാചിനും അവൻ്റെ ഒരു തന്ത്രവും നിൻ്റെ ലൈഫിലോ ബിസിനസ്സിലോ വിജയിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേരുടെ ജീവിതത്തിൽ ഉറക്കം കെടുത്തിയിട്ടുണ്ട്? സ്വപ്നത്തിലൊക്കെയും സാത്താൻ ഒന്ന് കരകോർത്തേക്ക്. ഉറക്കം, അതായത് മീൻസ് ദുസ്വപ്നം കാണിച്ചോ,
അങ്ങനെ എന്തെങ്കിലും ഉറക്കം കെടുത്തിട്ട് ആരെങ്കിലും ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു? 1, 2, 3, 4, 5, 6 ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് മണി വായിച്ചു, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ടെസ്റ്റ് മണി ഉണ്ട്. ക്രിസ് വല്ലോട്ടൺ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബദേൽ ഏജിയിലെ ബിൽ ജോൺസ് അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒത്തിരി ടെസ്റ്റ് മണീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിലും ഉണ്ട്. ഇതുപോലെ വേറൊരാളുടെ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറേ ദിവസം സ്ഥിരമായിട്ട് രാത്രിയിൽ ഉറക്കം കെടുത്തും. അദ്ദേഹം പറയുന്നത് രാത്രി ഉറങ്ങി വരുമ്പോഴേക്കും 2 ചുവന്ന കണ്ണുകൾ തൻ്റെ കാലിനവിടെ നിന്ന് പൊങ്ങി വരും. ലിറ്ററലി അവർ കാണുകയാണ്. പേടിപ്പിക്കുന്നുണ്ട്. കണ്ണുകൾ ഇങ്ങനെ വരും, തുറച്ചു നോക്കും. ഇത് കണ്ണുകൾ ഉറക്കം പോവും, പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ കണ്ടിന്യൂസ് മാസങ്ങളോളം ഉറങ്ങും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, നടക്കുന്നില്ല, ഇരിക്കുക. ഒരു ദിവസം ദൈവം വെളിപ്പാട് കൊടുത്തി മനുഷ്യനകത്ത്. കർത്താവിന് അവൻ ആരാണ്, ഭൂതങ്ങൾ ഇവരെ കാണുമ്പോൾ എന്തെങ്ങനെ ഒരു വെളിപ്പാട് ഈ മനുഷ്യന് അദ്ദേഹം കിട്ടി. ഈ ദൈവമനുഷ്യൻ അന്ന് രാത്രിയും ഉറങ്ങാൻ കിടന്നപ്പോൾ ഇതേപോലെ ഉറക്കത്തിന് 2 കണ്ണിങ്ങനെ വരുക. പക്ഷെ അന്നൊരു ആറ്റിറ്റ്യൂഡ് ചെയ്തത് പുള്ളി എണീറ്റു, ഓ നീ ആയിരുന്നാ, പിന്നെ നീ ആയിരുന്നാ എന്നും പറഞ്ഞിട്ട് പുള്ളി തിരിഞ്ഞിടന്ന് ഉറങ്ങിയെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ മൈൻഡ് ഷിഫ്റ്റായി. പിറ്റേ ദിവസം പിന്നെ സാത്താൻ പുറകെ വന്നില്ല. മനസ്സിലായി, ഇനി കാര്യമില്ല. എന്ന് വെച്ചാൽ സാത്താൻ നിന്നെ തൊട്ട് നോവിക്കാൻ പോലും അധികാരമില്ല, നിന്നെ നുള്ളി നോവിക്കാൻ പോലും അധികാരം. വചനം പറഞ്ഞു, കൊലോസ്യൻ പറഞ്ഞു, ആ വാഴ്ചകളെയും അധികാരങ്ങളെയും സൂചി ഉൾപ്പെടെ വയ്പ്പിച്ച് ആയുധവർഗം നിരായുധരാക്കി. എന്ന് വെച്ചാൽ കയ്യിൽ സൂചി പോലും ഇല്ല, കുത്താൻ പോലും സൂചിയില്ല. പക്ഷെ നമ്മൾ വാളാണ് കൊടുക്കുന്നത് വെട്ടാൻ. കാര്യം നമ്മൾ പറയും വിജായ അത് ചെയ്ത് കളയും. ഇത് പറയുമ്പോൾ അവൻ അധികാരം കിട്ടുക, അവനെ സ്ട്രെങ്തൻ ചെയ്യുക. അവന് കഴിവില്ലെന്നേ, കാലിനെ മുട്ടി നിങ്ങൾ നിൽക്കാനേ പറ്റൂ. ഇപ്പം നിങ്ങളെ വീട്ടിൽ പോണ്, നിങ്ങളെ ഒരു മോനോ മോളോ ഒരു തുണി എടുത്തിട്ടുണ്ട്, പും നിങ്ങൾ എന്താ പറയും? പോടെ. കാരണം നിങ്ങൾക്ക് അറിയാം അവനൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് അല്ലേ. പക്ഷെ നിങ്ങൾ സാധാരണ ഇങ്ങനെ ആയപ്പോയി, പക്ഷേ മാറില്ല കേട്ടോ എന്ന് പറഞ്ഞ് തീർന്നു. അത്രയേ ഉള്ളൂ. ഇത് തിരിച്ചറിവാണ്. സത്യം അറിയുമ്പോൾ സത്യങ്ങളെ സ്വതന്ത്രരാക്കും. വേറൊരു മനുഷ്യൻ പറഞ്ഞിങ്ങനെയാണ്, ആദ്യത്തെ നോക്കിയപ്പോൾ ഒരു കുട്ടിഭൂതം സ്ഥിരം ഇത് ഈ ബെഡിനറ്റത്ത് നിന്നിരിക്കും. അങ്ങനെ ഇതിന് ഉറക്കം പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ചാടിയിട്ട് നോക്കിയിട്ട്, ഓ നീ എന്നെ ഉറക്കം കളഞ്ഞത്, നീ 50 പ്രാവശ്യം സിറ്റപ്പ് എടുത്തിട്ട് പോയാൽ മതി. തമാശകൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ രീതി എന്താ, സാത്താനെ കാണുന്ന രീതി അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മെ ഒന്ന് തൊട്ട് ഉണർത്താനോ പേടിപ്പിക്കാനോ ഒന്നും അവനെന്ത് ചെയ്യില്ല, അധികാരമില്ല. ചിന്തകളിൽ വരാനേ പറ്റൂ. ചിന്തകൾ നമ്മൾ സ്ഥലം കൊടുക്കരുത്. കാരണം നമുക്ക് അതിൻ്റെ മേൽ ഭയങ്കരമായ അധികാരമാണ് സ്വർഗ്ഗം നൽകിയിരിക്കുന്നത്. സാത്താൻ നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. അവനെ നിരായുധനാക്കി പരസ്യ കാഴ്ചയാക്കിയിട്ടിരിക്കുക. ഈ പിശാചിനെയാണ് പലരും പേടി. എന്തുകൊണ്ടാണ് ഇന്ന് ലോകം ഇത്രയും ജനം പിശാചിന് അടിമത്ത് കിടക്കുന്നേ? ഭയമാണ് നമ്പർ 1 വെപ്പൺ. അതിൻ്റെ മരുന്നെന്താ? തികഞ്ഞ സ്നേഹം. ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെ അനുഭവിക്കുമ്പോൾ മനസ്സിലാകും ഞാൻ ആരുടേതാണെന്നും എനിക്കാരുണ്ടെന്നും ഞാൻ ആരാണെന്നും തിരിച്ചറിയുമ്പോൾ ഭയം പിന്നെ പോകും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്തായി കളയും. പിന്നെ നിന്നെ പേടിപ്പിക്കുക ഒന്നിനും കഴിയത്തില്ല. ശരിയല്ലേ? നമ്മുടെ കൂടെയൊക്കെ ഇപ്പോൾ എൻ്റെ മോനെടുത്ത് പട്ടി വന്നാൽ അവൻ പേടിച്ച് പോവുക. പക്ഷേ എൻ്റെ തോളിലിരിക്കുമ്പോൾ പട്ടി വന്നാലോ അവനറിയാം പപ്പ ഹാൻഡിൽ ചെയ്യും. ഇതുപോലെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ കൂടെ ഇരിക്കുമ്പോൾ പിശാച് നമ്മൾ കാണേണ്ടത് ഒന്നുമല്ല. വെരി 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 നമുക്ക് പേര് പറയാൻ പോലും അതിനകത്ത്. പക്ഷേ അതിന് ഒരു കാര്യം മനസ്സിലാക്കുക, അവഗണിക്കുകയും എന്ന് വെച്ചാൽ ഇതിന് ഇല്ല എന്നുള്ള ഒരു തോട്ടിലോട്ടും പോകരുത്. അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം പല നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയിൽ ദുരാത്മാവ് ബാധിച്ച വ്യക്തി ആയിരിക്കും, പക്ഷെ നമ്മൾ പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അവന് വേണ്ട എന്താണ്? ഡെലിവറൻസ് ആണ്. അവിടെ ഡെലിവറൻസ് തന്നെ വേണം. നിൻ്റെ പ്രസൻസ് മതി അവനെ ഡെലിവർ ചെയ്യുവാൻ. യേശു നിന്നെ അങ്ങനെ അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ ഈ ശുശ്രൂഷയിലും ഡെയിലി ലൈഫിലും വേണം. ഒരു എക്സ്ട്രീമിലേക്ക് പോകാതെ, ഒന്നിനും ഡിനേ ചെയ്ത് കളയാതെ അതിന് നിർത്തേണ്ട സ്ഥലം നിർത്തി. യേശുവിൻ്റെ ശുശ്രൂഷ അങ്ങനെയായിരുന്നു. പിശാചിനെ അവൻ പുറത്താക്കി. പിശാചിന് പ്രത്യേകിച്ച് പോലെ ഹൈപ്പൊന്നും കൊടുത്തില്ല. സിമ്പിളായിട്ട് പുറത്താക്കി പോകും. അതുപോലെ അത്രേ ഉള്ളൂ. അതിനാവശ്യമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞില്ല. ചന്ദ്രരോഗം പിടിപെട്ട് വെള്ളത്തിലും തീയിലും ഒക്കെ വീണ് കഷ്ടപ്പെടുന്ന മനുഷ്യനെ ഒരു മോനെ കൊണ്ടുവന്നപ്പം ഇതൊക്കെ ഒരു മെഡിക്കലിൻ്റെ വേറൊരു ടെക്നിക്കായിട്ട് സംഭവമാണെന്ന് പറഞ്ഞൊരു പ്രത്യേകം മെഡിസിൻ കൊടുത്തൊന്നും വിട്ടില്ല. അവനെ ആ വെള്ളത്തിലും തീയിലും തള്ളിയിടുന്ന ദുരാത്മാവിനെ യേശു പുറത്താക്കി ആ മനുഷ്യനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗം നമ്മെ അയച്ചിരിക്കുന്ന അസൈൻമെൻറ്റിന് പലതരത്തിൽ വ്യത്യസ്തമായ ഘടകങ്ങളുണ്ട്. ആ മേഖലയൊക്കെയും പ്രശോഭിപ്പാൻ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴോ നാം ശക്തി പ്രാപിച്ചിട്ട് യേശുവിൻ്റെ സാക്ഷികളാകും. നമ്മളെല്ലാവരും പരിശുദ്ധ ശക്തി പ്രാപിച്ചവരാണ്. നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി ലോകത്തിൽ വെളിപ്പെടണം.
അതിനായി നിങ്ങളെല്ലാവരെയും പരിശുദ്ധമായി സഹായിക്കട്ടെ. ഇന്ന് ഈ ഗ്രഹിച്ച സത്യങ്ങൾ നിങ്ങളുടെ വലിയ സ്വാതന്ത്ര്യത്തെയും വലിയ ബോൾഡ്നെസ്സിനെയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ.